അവധൂതന്മാരുടെ പാട്ടുകൾ എല്ലാ സൂഫി മിസ്റ്റിക് ട്രഡീഷനുകളിലും വളരെ പ്രധാനപ്പെട്ടതാണ്. വടക്കൻ കേരളത്തിൽ ജീവിച്ചിരുന്ന ഇച്ഛമസ്ഥാൻ നടന്നു പോകുന്ന വഴികളിൽ, ചാരിയിരിക്കുന്ന മതിലുകളിൽ, കിടന്നുറങ്ങുന്ന കടത്തിണ്ണകളിൽ, വീണ് കിട്ടുന്ന കടലാസ് കഷ്ണങ്ങളിൽ ഒക്കെയാണ് വരികൾ എഴുതി വച്ചിരുന്നത്. ഉന്നതമായ ഈ മസ്താനന്ദത്തിന്റെ അവസ്ഥയിലെത്തിയ, ആളുകളാൽ പലപ്പോഴും ഭ്രാന്തൻ എന്ന് വിളിക്കപ്പെടുന്ന ഇച്ഛമസ്ഥാൻ നാരായണ ഗുരുവിന്റെ സമകാലികൻ. ഒരിക്കൽ നാരായണ ഗുരു കണ്ണൂരിൽ വരുന്നുണ്ട് എന്നറിഞ്ഞ ഇച്ഛമസ്ഥാൻ ഗുരുവിനെ കാത്തുനിന്നു. ഗുരു വന്ന് അവർ പരസ്പരം നോക്കിയിരിക്കുകയും, ചില ആളുകൾ പറയുന്നു ഗുരു ഹരിനാമ കീർത്തനത്തിൽ നിന്നും ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ വധമിണ്ടാവതല്ല മമ, പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകെങ്കിൽ ഇഹ നാരായണായ നമഃ. ഇച്ഛമസ്ഥാൻ ഒന്നായ നായൻ തിരു ഒന്നെന്നുറപ്പതിലെ ഒന്നല്ല രണ്ടല്ലടി, ഓംകാര ചക്രമലർ ഹൂഹു കുളമ്പടിയിൽ ഒന്നൊന്നിനുള്ള ധനമാ എന്ന് ചൊല്ലുകയാണ്. രണ്ടു തരം വാക്യങ്ങളെ കുറിച്ചാണ്. ഓംകാര ചക്രമലർ ഹൂഹു കുളമ്പടിയിൽ, രണ്ടും രണ്ട് മിസ്റ്റിക് ട്രഡീഷനുകളിലെ മന്ത്രങ്ങളാണ്. ഒന്നൊന്നിനുള്ള ധനമാ എന്ന് പറഞ്ഞു. ഞാൻ ഇന്നൊരു മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇച്ഛമസ്ഥാൻ തൻ്റെ മേൽക്കുപ്പായമെടുത്ത് നാരായണ ഗുരുവിന് കൊടുക്കുകയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വിരുദ്ധമാണ് അടുത്തത്. ഏതൊരു മനുഷ്യന്റെ ഉള്ളിലാണ് ആ ഇഷ്കെന്ന ദിവ്യപ്രണയമെന്ന മഹാസത്യം ഇല്ലാത്തത്? ബാഹ്യമായ കണ്ണുകൾ മാത്രം തുറന്നിരിക്കുന്ന ഒരാൾക്ക് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഇഷ്കിനെ എങ്ങനെ കാണാനാണ്? ഹൃദയമൊന്ന് തുറക്കുക, ഉള്ളിൽ അത് ഉണ്ടെന്നറിയുക, അതിനെ അത്രമേൽ താലോലിച്ച് നട്ടു വളർത്തുക. ആ സമയം നിനക്കതിനെ പ്രാപിക്കാനാകും എന്ന് പറയുന്ന ഇച്ഛയുടെ ഒരു പാട്ടാണ്. പ്രതീകങ്ങൾ കൊണ്ടുള്ള കളിയാണ്. ഒക്കെ പറയാനുള്ള നമുക്കൊരു സമയമില്ല. ഏതായാലും ഇച്ഛയുടെ ഈ പാട്ടാണ്. ഗുരുവിൻ്റെ, നാരായണ ഗുരുവിൻ്റെ ഒരു കട്ട്ലറ്റിലൂടെ തന്നെ നമുക്ക് ഇച്ഛമസ്ഥാൻ എന്ന വാതിൽ തുറന്നു നോക്കാം. ദേഹം നിജമല്ല, ദേഹം നിജമല്ല, ദേഹി ഒരുവനീ ദേഹത്തിലുണ്ട്, അറിഞ്ഞിടും പാമ്പേ. ദേഹവും ദേഹവും ദേഹിയും ഒന്നായി അറിഞ്ഞിടും, ഏകനുമുണ്ട് അറിഞ്ഞിടും പാമ്പേ. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ടേ. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ടേ. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിടീ. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിടീ. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ടേ.
മലർമണം വീശുന്ന ആശിക്കും ആശക്ക് നാശം നീ ചെയ്തിടല്ല. അത്രമേൽ പരിമളമുള്ള ഇഷ്കെന്ന സത്യം നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ആ ദിവ്യപ്രണയം നിന്നിൽ ഉണ്ടായിട്ടും അതുണരാത്തതെന്താണ്? നീ ഭൗതികതയിലൂടെ, നീ അപരധനത്തിൽ, അപരപ്രശസ്തിയിൽ നീ ഇങ്ങനെ നിന്റെ കണ്ണുകൾ പാറി നടക്കും. അസൂയ കൊണ്ടും അഹങ്കാരം കൊണ്ടും നിന്റെ ഹൃദയം അത്രയും മലീമസമായിരിക്കെ ഉള്ളിലെ പ്രണയമെന്ന ആ ദിവ്യജ്ഞാന സുന്ദരിയെ നിനക്ക് എങ്ങനെ കാണാനാണ്? നീ അതിനെ കൊന്നുകളഞ്ഞേക്കുന്നു. മലർമണം വീശുന്ന ആശിക്കും ആശക്ക് നാശം നീ ചെയ്തിടല്ല. മുല്ല മലർമണം വീശുന്ന ആശിക്കും ആശക്ക് നാശം നീ ചെയ്തിടല്ല. മാണിക്യത്താലിയും മാലയും കണ്ടിട്ട് മാറാനിറങ്ങയെ കൊന്നിടല്ല. മാണിക്യത്താലിയും മാലയും കണ്ടിട്ട് മാറാനിറങ്ങയെ കൊന്നിടല്ല. താരോണം പാടുന്ന തങ്കച്ചിക്കണ്ണേ പഴുതിയോടം കൊണ്ടേ. പുതുമത്തരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാരാ. പുറപ്പെട്ടു പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന പുറപ്പെട്ടു പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന കഠിനത്തരം കണ്ട് കളിയാ കണ്ട. പുറപ്പെട്ടു പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന കഠിനത്തരം കണ്ട് കളിയാ കണ്ട. ആലോരം കാണുന്ന തങ്കച്ചിപ്പിന്നെ കഴുകിക്കോതം കൊണ്ടേ. ചാടുന്ന മധുര കണ്ണാടിക്ക് മതം പട്ടി കാട്ടല്ല മഹിമക്കാരാ. ഒരു കണ്ണാടിക്ക്
സ്വയം എന്ന അസ്തിത്വമാണുണ്ട്. കണ്ണാടിയാകുന്നത് നാം അതിൽ കാണിക്കപ്പെടുമ്പോൾ മാത്രമാണ്. ആരും കാണിക്കപ്പെടാതെ ഒരു കണ്ണാടി ഏതോ ഒരിടത്തുണ്ടെങ്കിൽ ആ കണ്ണാടിക്ക് എന്ത് സ്ഥാനമാണ്? നീ ആരുടെ കണ്ണാടിയാണ്? സൂഫികൾ പറയും, നീ പ്രണയപ്പൊരുളായ ദൈവത്തിൻ്റെ കണ്ണാടിയാകും. നീ ഏതൊരു മണിയെയാണ് നീ കെട്ടി നടക്കുന്നത്? ഒരു പെറ്റിനെ, ഒരാടിനെ, ഒരു പൂച്ചയെ അതിൻ്റെ ഉടമസ്ഥൻ അതിൻ്റെ കഴുത്തിൽ ഒരു മണി കെട്ടി പുറത്തേക്ക് നടക്കുന്നു. അതതിൻ്റെ ആ ഉടമസ്ഥാവകാശത്തിൻ്റെ അടയാളമാണ്. അത് സ്വന്തമല്ല എന്നതിൻ്റെ അടയാളമാണ്. അതെവിടേക്കാണ് പോകേണ്ടത് അതിൻ്റെ അടയാളമാണ്. എന്നിൽ നിന്നിൽ കാഴ്ച എന്ന ഒരു മണിയുണ്ട്, കേൾവി എന്ന ഒരു മണിയുണ്ട്, ബോധം, സംസാരം, ജീവൻ ഏതൊന്നിൻ്റെ അടയാളമാണ് നമ്മൾ ഈ നിരന്തരം കെട്ടിക്കൊണ്ട് നടക്കുന്ന ഓരോ മണികളും. അതിൽ നീ മതം പൊട്ടി അഹങ്കരിക്കുന്നത്, കണ്ണാടി തൻ്റെ ഉള്ളിലെ പ്രതിഫലനത്തെ യാഥാർത്ഥ്യമാണെന്ന് ഒരു കണ്ണാടി തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ കണ്ണാടി എത്രമേൽ വിഡ്ഢിയാണ് എന്ന് ഇവർ ചോദിക്കും. മണി കെട്ടിച്ചാടുന്ന മധുര കണ്ണാടിക്ക് മതം പൊട്ടി കാട്ടല്ല മഹിമക്കാരാ. മണി കെട്ടിച്ചാടുന്ന മധുര കണ്ണാടിക്ക് മതം പൊട്ടി കാട്ടല്ല മഹിമക്കാരാ. മണിമുത്ത് കോർക്കുന്ന കുതിര പൊന്നാട്ടിക്ക് മണിമുത്ത് കോർക്കുന്ന കുതിര പൊന്നാട്ടിക്ക് കുറവേ മുടിയെത്തിയേ. മണിമുത്ത് കോർക്കുന്ന കുതിര പൊന്നാട്ടിക്ക് കുറവേ മുടിയെത്തിയേ. താരോലം പാടുന്ന തങ്കച്ചിപ്പിന്നേ തഴുകിച്ചോരം തീരെ നമ്പിക്കൊണ്ടേ. താരോലം പാടുന്ന തങ്കച്ചിപ്പിന്നേ തഴുകിച്ചോരം തീരെ നമ്പിക്കൊണ്ടേ. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിടീ. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിടീ. ആരോടും പാടുന്ന തങ്കച്ചിപ്പിന്നേ തഴുകിച്ചോരം തീരെ നമ്പിക്കൊണ്ടേ. ആരോടും പാടുന്ന തങ്കച്ചിപ്പിന്നേ തഴുകിച്ചോരം തീരെ നമ്പിക്കൊണ്ടേ. തഴുകിച്ചോരം തീരെ നമ്പിക്കൊണ്ടേ. തഴുകിച്ചോരം തീരെ